ശലം കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് മരണശേഷം നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് നമ്മുടെ അന്ത്യത്തിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ് എങ്ങനെയാണ്, അതായത് സ്വർഗം എങ്ങനെയാണ് എന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുകയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ആദിയും അന്തവും ഞാനാണ് എന്ന് പറഞ്ഞത് ആരാണ്? ദൈവം അല്ലേ? അതായത് ആദിയിൽ നാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നാം ദൈവത്തോടു കൂടെയായിരുന്നു അല്ലേ? ദൈവം നമ്മോട് കൂടെയും നാം ദൈവത്തിൻ്റെ മക്കളായും ദൈവം നമ്മുടെ അപ്പനായും ഇരുന്നു. അതുപോലെ തന്നെയാണ് അന്ത്യവും അവസാനവും. നാം അപ്പനോട് കൂടെ സ്വർഗത്തിലായിരിക്കും. അന്ന് മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരവും. അങ്ങനെയാണ് ബൈബിളിൽ എഴുതിയേക്കുന്നത്. അന്ന് ദൈവം മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാവുകയില്ല. അതായത് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കാൻ പണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ പുറത്താക്കി. എന്നാൽ നിത്യരാജ്യത്ത് ചെല്ലുമ്പോൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് ഭക്ഷിക്കാൻ തരും. പിന്നെ മരണം ഉണ്ടാവുകയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അല്ലേ, നമ്മൾക്ക് ഇപ്പോഴുള്ള ഈ ശരീരം ഈ ഭൂമിയിൽ അവസാനിക്കും. പിന്നീട് നമ്മുടെ ആത്മാവ് വെയിറ്റ് ചെയ്ത് അവസാനം യേശുവ വരുമ്പോൾ നമുക്കൊരു പുതിയ ശരീരം നൽകും. ആ പുതിയ ശരീരം വെച്ചിട്ടായിരിക്കും സ്വർഗത്തിലും അതുപോലെ നരകത്തിലേക്ക് പോകുന്നവർ നരകത്തിലും ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ശരീരത്തിന് ഒരിക്കലും മരണമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടല്ലേ? അതായത് എന്തിനായിരിക്കും ദൈവം ഏദൻ തോട്ടത്തിൽ ഈ ജീവന്റെ വൃക്ഷമായാലും നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ കഴിയുന്ന ആ വൃക്ഷമായാലും നട്ടു വളർത്തിയിട്ട് എന്തുകൊണ്ട് തൻ്റെ മക്കൾക്ക് കൊടുക്കാതിരുന്നത്? അതുകൊണ്ടല്ലേ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് നിങ്ങളത് കഴിക്കുമെന്ന് പറഞ്ഞ് കഴിപ്പിച്ചതെന്നല്ലേ? അതിനെന്താണ് കാരണം? അതായത് ദൈവം ഈ 2 വൃക്ഷവും, അതായത് നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള വൃക്ഷവും ജീവന്റെ വൃക്ഷവും ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലും ആയിരുന്നില്ല. അതായത് കറക്റ്റ് സമയത്ത് ഇത് രണ്ടും ദൈവം അവർക്ക് കൊടുക്കും. തൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇത് രണ്ടും സൃഷ്ടിച്ചു വെച്ചതും. പക്ഷേ വിടരും മുൻപേ കൊഴിഞ്ഞുപോയി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ആദവും ഹവ്വയ്ക്കും മാനസികമായ പക്വത വരുന്നതിന് മുൻപേ സാത്താൻ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആക്കി കൊടുത്തു. എന്നിട്ട് അത് അവർക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് ഈ നന്മതിന്മകളെ തിരിച്ചറിയാൻ പറ്റുന്ന വൃക്ഷത്തിൽ നിന്ന് അവർക്ക് ആ പഴം പറിച്ചു കൊടുത്തത്. അങ്ങനെ അവർക്ക് നന്മതിന്മകളെ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ അത് ഉപയോഗിക്കാനായിട്ട് അന്ന് അവർക്ക് വേണ്ട വിധത്തിൽ കഴിയില്ല. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നതിന് മുൻപേ തന്നെ വീണ്ടും, അതായത് പിന്നെ അവിടെ ഉള്ളത് ജീവന്റെ വൃക്ഷമായിരുന്നു അല്ലേ? അപ്പം അതിൽ നിന്ന് പറിച്ച് ഭക്ഷിച്ചാൽ പിന്നെ അമർത്യനാവും, മരണം ഉണ്ടാവില്ല. അപ്പം അതിൽ മുൻപേ ആണ് ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ മാറ്റി പാർപ്പിച്ചത്. സത്യത്തിൽ ആ സ്നേഹമയനായ പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടും സൃഷ്ടിച്ചത്. പക്ഷെ നിങ്ങൾ ഒന്നും ഓർക്കണം, ഈ ആദവും ഹവ്വയും ദൈവം സൃഷ്ടിച്ചപ്പോൾ വലിയ ഒരാളുടെ രൂപത്തിലായിരുന്നുവെങ്കിലും അവരുടെ മനസ്സ് ചെറുതായിരുന്നു. കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ പക്വതയില്ലാത്തതായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ദൈവം പീരീഡ്സ് ഒരു പെൺകുട്ടിക്ക് ഒരു 13-14 പ്രായത്തിലാണ് കൊടുക്കുന്നത് അല്ലേ? അതിൽ മുൻപ് ഇപ്പോൾ ശരിയാണ് 5ാം ക്ലാസ്സിലും 4ലൊക്കെ വെച്ചിട്ട് പീരീഡ്സ് ആവുന്നുണ്ട് നമ്മളുടെ ഈ ജീവിത രീതിയും ഭക്ഷണവും അതൊക്കെ വെച്ചിട്ട്. പക്ഷേ ഒരു ഏകദേശ ടൈം ഒരു 12 വയസ്സ് കഴിഞ്ഞിട്ടാണ് ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ്? ഒരു പെൺകുട്ടിയല്ലേ? പെൺകുട്ടിക്ക് എന്തായാലും ഗർഭപാത്രം പിന്നീട് കുഞ്ഞുങ്ങളെ
ഗർഭം ധരിക്കാൻ ആവശ്യമുള്ളതല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് പീരീഡ്സ് കൊടുത്തുകൂടാ? അപ്പോൾ അതെന്തുകൊണ്ട്? അത് ആ കുട്ടിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എല്ലാത്തിനും അതാതിൻ്റെ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേ അത് തൻ്റെ മക്കൾക്ക് ഉപകരിക്കുള്ളൂ, നന്മ രീതിയിൽ. അതിനു മുൻപേ, പ്രായമാകുന്നതിന് മുൻപേ അത് കിട്ടിക്കഴിഞ്ഞാൽ, പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആ കുട്ടികൾക്ക് ഒന്നും അതിനെപ്പറ്റി അറിയില്ല. അവരെ മറ്റുള്ളവർ ദുരുപയോഗിക്കും. കുഞ്ഞുങ്ങൾക്കും അത് ആരോഗ്യത്തിനും പ്രശ്നമാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവം ഈ 2 പഴങ്ങളും ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കിയത് സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ തന്നെയാണ്. പക്ഷെ അതിന് സമയമായിരിക്കണം. അതായത് അവരുടെ മാനസിക പക്വത, അവർക്ക് ഒരു പ്രായം, ശരീരം കൊണ്ട് വലുതായിരുന്നെങ്കിലും അവർ മനസ്സുകൊണ്ട് കുഞ്ഞുങ്ങളെ പോലെയായിരുന്നു. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതുകൊണ്ടാണ് കർത്താവ് ഓപ്പൺ ചെയ്ത് കൊടുക്കാതിരുന്നേ. അവർ ജനിച്ചപ്പോൾ അവർക്ക് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാത്താനാണ് ദൈവത്തെ തോൽപ്പിക്കണം. അവൻ്റെ പരിപാടി, അവന് ദൈവത്തിനേക്കാൾ മുൻപ് എത്തണമെന്ന ഒരു അസൂയയാണ് അവന് ഉള്ളത്, വക്രബുദ്ധി. അപ്പോൾ ദൈവം കൊടുക്കുന്നതിന് മുമ്പേ അവനത് കൊടുത്തു, കാരണം അവന് പാപം ചെയ്യിപ്പിക്കണം. അങ്ങനെ അപ്പോൾ മനുഷ്യൻ അന്ന് അങ്ങനെ തെറ്റ് ചെയ്തു അല്ലേ. പിന്നെ അധികം വൈകാണ്ട് ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നും കൂടി അവൻ കഴിക്കുകയാണെങ്കിൽ മരണം കൂടി ഇല്ലാതെയാവും. അപ്പം അത്രയും നാൾ നരകിച്ച് ഭൂമിയിൽ വീണ്ടും ജീവിക്കേണ്ടി വരും. ഓൾറെഡി തെറ്റ് ചെയ്തു. അപ്പം അതുകൊണ്ടാണ് അന്ന് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി പാർപ്പിച്ചത്. അല്ലാതെ സ്വന്തം മക്കളെ തള്ളിക്കളഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമില്ല. പിന്നീട് ദൈവം അവരോട് കൂടെ നടക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അവരുടെ കൂടെ നടക്കുന്ന ഒരു അപ്പനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാതെ സാത്താൻ്റെ മാതിരി തെറ്റ് ചെയ്യിപ്പിച്ചിട്ട്, പാപം ചെയ്യിപ്പിച്ചിട്ട് കൈവിട്ട് പോകുന്ന ഒരു അപ്പനല്ല. അപ്പോൾ അത് അവിടെ നടന്നതാണ് അന്ന്. അപ്പോൾ ജയിക്കുന്നവർക്ക് ഇനി നമ്മളുടെ കാലാവധി തീരാറായല്ലേ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. എന്നിട്ട് നമ്മൾ ജയിക്കുന്നവർക്ക്, അതവിടെ വെളിപാടിൽ എടുത്തു പറയുന്നുണ്ട്, ജയിക്കുന്നവർക്ക് ദൈവം അവസാനം ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിപ്പാനും ജീവന്റെ നീരുറവയിൽ നിന്ന് കുടിക്കാനും കൊടുക്കും. വ്യക്തമായിട്ട് അതിൽ പറയുന്നതാണ് വെളിപാടിൽ. അപ്പം നമുക്ക് ഭാവിയിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും. എന്നാൽ തോൽക്കുന്നവർക്കോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്വർഗത്തിനെ പറ്റിയും നരകത്തെ പറ്റിയൊക്കെ ചെറിയ രീതിയിൽ പറഞ്ഞു തന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയുള്ളവരാണ് നരകത്തിൽ പോവുക, എങ്ങനെയുള്ളവരാണ് സ്വർഗത്തിൽ പോവുക എന്ന്. അപ്പോൾ 10 കൽപ്പനകളും അനുസരിക്കാതെ ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തല്ലേ. ഒന്നും കൂടെ ഞാൻ കുറച്ചും കൂടെ വാക്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതും കൂടെ ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. അതായത് കർത്താവ് വ്യക്തമായിട്ട് വെളിപാട് 21:8 പറയുന്നുണ്ട് ആരൊക്കെയാണ് നരകത്തിൽ പോകുക എന്ന്. അതായത് ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബ ആരാധികൾ, ബോഷ്ക് പറയുന്നവർ, അവർക്കുള്ള ഓഹരി ഗന്ധകവും കത്തുന്ന പൊയ്കയുമത്രേ. ഇത് 2ാമത്തെ മരണം. മനസ്സിലായോ? അപ്പം ആരൊക്കെയാണ് നരകത്തിൽ പോകുന്നതെന്ന് വെച്ചാൽ ഈ 10 കൽപ്പന, അതാണ് ആ 10 കൽപ്പനയിൽ പറയുന്ന തെറ്റിക്കുന്നവരാണ് ഈ പേരുള്ളവരെല്ലാവരും. ബിംബാരാധികൾ, വിഗ്രഹാരാധകർ അല്ലേ, ബോഷ്ക്ക് പറയുന്നവർ, നുണ പറയുന്നവർ, ദുർനടപ്പുകാർ, വ്യഭിചാരം ചെയ്യുന്നവർ, അവിശ്വാസികൾ, വിശ്വാസമില്ലാതെ ദൈവത്തെ തള്ളി പറയുന്നവർ, എങ്ങനെ ഇവിടെ പറയുന്നവരൊക്കെ ഈ 10 കൽപ്പന തെറ്റിക്കുന്നവരാണ്. അപ്പോൾ ആ 10 കൽപ്പനയിലുള്ള പാപങ്ങൾ തന്നെയാണ് ഈ വെളിപാടിലും പറയുന്നത്. നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് പൊതുവേ ഒരു ചിന്തയുണ്ട്, യേശുവ വന്നപ്പോൾ, പുതിയ നിയമത്തിൽ വന്നപ്പോൾ പഴയ നിയമം മാറ്റിയല്ലോ, അപ്പോൾ ഈ 10 കൽപ്പന അനുസരിക്കേണ്ട, അത് കുറച്ച് കർത്താവ് 2 കൽപ്പനയിൽ ഒതുക്കി തന്നേക്കാണെന്നാണ് മിക്ക പുരോഹിതന്മാരും നമ്മെ പഠിപ്പിക്കുന്നത്. ആ 10 കൽപ്പന 2ആക്കി സംഗ്രഹിച്ച് തന്നു, ഷോർട്ടാക്കി തന്നു. 10 കൽപ്പന ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് കർത്താവ് കൂടുതൽ
കഠിനമാക്കി തരികയാണ് നമുക്ക് ചെയ്തത് അല്ലേ. അതായത് വ്യഭിചാരം ചെയ്യരുതെന്ന് 10 കൽപ്പനയിൽ പറഞ്ഞപ്പോൾ കർത്താവ് പുതിയ നിയമത്തിൽ ഒരുവൻ തെറ്റായ കണ്ണോടുകൂടി ഒരു സ്ത്രീയെ നോക്കിയാൽ തന്നെ അവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പഠിപ്പിച്ചു. അപ്പം അത്ര കഠിനമാക്കി തരികയാണ് ചെയ്തത്. പിന്നെ ഈ 10 കൽപ്പന തന്നെയാണ് ഈ 2 കൽപ്പനയിൽ സംഗ്രഹിപ്പിച്ചത്. അതെങ്ങനെയാണ്? അതായത് ഒന്നാമത്തെ കൽപ്പന എന്താ പറഞ്ഞത്? നീ നിന്റെ പൂർണ്ണ മനസ്സോടും ശരീരത്തോടും കൂടി നിന്റെ കർത്താവിനെ, നിന്റെ ദൈവത്തെ സ്നേഹിക്കണം എന്നായിരുന്നു യേശുവ പറഞ്ഞത് അല്ലേ. 2, നീ നിന്റെ ദൈവത്തെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന്. അപ്പം ആദ്യത്തെ, അതായത് 10 കൽപ്പനയിൽ ആദ്യത്തെ 5 കൽപ്പന ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നത്തെ 5 കൽപ്പന മനുഷ്യനായി ബന്ധപ്പെട്ടതുമാണ്. അതായത് നിങ്ങൾ ഒന്നും കൂടെ കേൾക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത് അല്ലേ. ദൈവവുമായി ബന്ധപ്പെട്ടു. 2 എന്താണ്? ആകാശത്തിലെ, ഭൂമിയിലെയോ പാതാളത്തിലോ ജലത്തിനടിയിലെയോ ഉള്ള ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കും ചെയ്യരുത്, ഒരു രൂപത്തിലും ഉണ്ടാക്കും ചെയ്യരുത്, പ്രണമിക്കുകയും ചെയ്യരുത്. അപ്പോൾ അത് ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. കർത്താവിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത്, ശബാത്ത് ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ദീർഘായുസ് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് മനുഷ്യന് ദൈവത്തോടുള്ള കടമ, അതാണ് ഈ 5 കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നത്. അത് തന്നെയാണ് ഒന്നാമത്തെ കൽപ്പനയായിട്ട് യേശുവ പറഞ്ഞത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കണം. അപ്പം അതിനർത്ഥം ഈ 5 കൽപ്പന പാലിക്കണം. ഇനി അടുത്തത് 6 കൊല്ലരുത്, 7 വ്യഭിചാരം ചെയ്യരുത്, 8 മോഷ്ടിക്കരുത്, 9 കള്ളസാക്ഷ്യം പറയരുത്, 10 അന്യൻ്റെ ഭാര്യയെയോ വസ്തുക്കളെയോ മോഹിക്കരുത്. ഇത് ഒറിജിനൽ പുറപ്പാട് 20 10 കൽപ്പന ഞാൻ പറയണേ, അല്ലാണ്ട് പുരോഹിതന്മാർ പഠിപ്പിക്കുന്ന കൽപ്പനയല്ല. അവർ 2ഉം 4ഉം എടുത്ത് കളഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ 10ാമത്തെ കൽപ്പന 2ആക്കി വിഭജിച്ച് പഠിപ്പിച്ചേക്കാൻ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പം അതിനെപ്പറ്റി ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഈ ബാക്കി 5 എണ്ണം അതെന്താണ്? മനുഷ്യനോടുള്ള കടമ. ആദ്യത്തെ 5 എണ്ണം മനുഷ്യന് ദൈവത്തോടുള്ള കടമ അല്ലേ. ഈ ബാക്കി 5 എണ്ണം കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അപ്പോൾ അതൊക്കെ എന്തുവാണ്? മനുഷ്യനോടുള്ള കടമ. അതായത് എന്താണ്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പോൾ ഇത് രണ്ടും യേശുവ പറഞ്ഞെങ്കിൽ ഈ 10 കൽപ്പന അതിൽ ഉൾപ്പെട്ടു. അതായത് ദൈവിക നിയമങ്ങൾ അരച്ചു കലക്കി കുടിച്ച ഒരു ശാസ്ത്രിയാണ്, അഥവാ ഒരു ലോയറാണ് യേശുവായോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞ ഉത്തരമാണ് ഇത് രണ്ടുമാണ്. നിന്നെപ്പോലെ നിന്റെ ദൈവത്തിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതോടുകൂടി ആ ശാസ്ത്രിയുടെ വായ അടച്ചു കളഞ്ഞു യേശുവ. കാരണം ശരിയാണത്. ഇതാണ് ഈ 10 കൽപ്പനയിലും അടങ്ങിയിരിക്കുന്നത്. 10 കൽപ്പനയിലും ഉൾക്കൊള്ളുന്നത് ഈ 2 കൽപ്പനയാണ്. അല്ലാതെ പഴയ 10 കൽപ്പന തോട്ടിലെറിഞ്ഞിട്ട് പുതിയ 2 കൽപ്പന ക്രിസ്ത്യാനിക്ക് തന്നതല്ല. ഇനി ഈ രണ്ടും, ഈ ഒന്നാമത്തേതായ 5 കൽപ്പനയും രണ്ടാമത്തേതായ ബാക്കി 5 കൽപ്പനയും തുല്യമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇതിൽ വലുത് ഒന്നാമത്തെ കൽപ്പനയാണ്. എന്താണ്? മനുഷ്യന് ദൈവത്തോടുള്ള കടമയെ പറ്റി പറയുന്ന ആദ്യത്തെ 5 കൽപ്പനയാണ് വലുത്. രണ്ടാമത്തത് അതിനേക്കാളും താഴെയാണ്, മനുഷ്യനോടുള്ള കടമയാണ്. പക്ഷേ ദൈവത്തോടുള്ള കടമ എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലും ഒരു മനുഷ്യൻ പാലിക്കണം, നിർബന്ധമായും പാലിക്കേണ്ടതാണ് ഈ ആദ്യത്തെ 5 കൽപ്പനകൾ. എന്നാൽ രണ്ടാമത്തെ 6 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ പാലിക്കേണ്ട എന്നല്ല, പാലിക്കണം. പക്ഷേ അതിൽ 2ാം സ്ഥാനമേ ഉള്ളൂ, മനുഷ്യനോടുള്ള കടമയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ഈ ഒന്നാമത്തെ 5 കൽപ്പനകളും അനുസരിക്കണം. അതായത് മനുഷ്യന് ആത്മീയമായുള്ള കടമ ആണ് ഈ ആദ്യത്തെ 5 എണ്ണം. ഇനി മനുഷ്യന് ജഡത്തോടുള്ള കടമയാണ് ബാക്കി 5 എണ്ണം, താഴത്തെ 6 മുതൽ 10 വരെയുള്ളത്. ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. 10 കൽപ്പനയെക്കുറിച്ച് വേറൊരു വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളുടെ വിഷയം അതല്ല. മരണശേഷം എങ്ങനെയുള്ളവർക്കാണ് നരകം ഉള്ളതെന്നാണ് ഞാനിപ്പോൾ പ്രൂവ് ചെയ്തത്, ഈ വെളിപ്പാടിൽ പറയുന്നത് അല്ലേ.
ഇതുപോലുള്ള പാപങ്ങൾ എന്ന് വെച്ചാൽ ഈ 10 കൽപ്പന അനുസരിക്കാത്ത പാപങ്ങൾ ചെയ്യുന്നവർക്കാണ് നരകം ഒരുക്കിയിരിക്കുന്നത്. അവിശ്വാസികൾ, കൊലപാതകൾ, ദുർനടപ്പ്, ക്ഷുദ്രക്കാര്, ബിംബാരാധികൾ, അതെല്ലാം മെയിൻ ക്രിസ്ത്യാനികൾ, ബോഷ്ക്ക് പറയുന്നവർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ 10 കൽപ്പനയിലുള്ള പാപങ്ങളാണ് എന്നാണ് ഈ പോയിന്റ്. പിന്നീട് വെളിപാട് 21:10 പറയുകയാണ് എങ്ങനെയാണ് സ്വർഗം വരുന്നതെന്ന് പറയാണ്. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സോടുകൂടി ഇറങ്ങുന്നത് കാണാം. അതാണ് നിത്യരാജ്യം. യോഹന്നാന് കർത്താവ് കൊടുത്ത വെളിപാടാണത്. എങ്ങനെയാണ് നിത്യരാജ്യം ഇറങ്ങി വന്നേ? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സോടുകൂടെ ഇറങ്ങി വരുന്നതാണ് നിത്യരാജ്യം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം കാണൂലേ, അപ്പോൾ സ്വർഗം വേറെയുണ്ടോ? ഉണ്ട്. അതായത് നമ്മുടെ പിതാവ് ദൈവം 7ാം സ്വർഗത്തിലാണ്. 7 സ്വർഗമുണ്ട്. 7ാം സ്വർഗത്തിലാണ് ദൈവം. സ്വർഗത്തിലെ ഓരോ കൂട്ടർക്കും ഓരോ ഡ്യൂട്ടിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ സെറാഫുകൾ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിയോഗിച്ചവരാണ്. കെരൂബുകൾ കാവൽ നിൽക്കാൻ നിയോഗിച്ചവരാണ്. എലോഹിമുകൾ എന്ന് പറഞ്ഞാൽ പ്രജകളാണ്, ദൈവദൂതന്മാർ. ഇങ്ങനെ അപ്പോൾ 7ാം സ്വർഗത്തിലുള്ള ദൈവം തൻ്റെ സർവമഹത്വം വെടിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവായി നമ്മിലേക്ക് ഇറങ്ങി വരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അല്ലാതെ ആ ദൈവത്തിൻ്റെ വല്ലഭത്തിനെ നമുക്കൊന്ന് നോക്കാൻ പോയിട്ട് അതിനൊന്നും പറ്റില്ല. അത്ര വലിയ വല്ലഭത്താണ്. അപ്പം അതെല്ലാം വെടിഞ്ഞിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവായിട്ട് നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതായത് യെരുശലേം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അതിന് രാജാവ് ആരായിരിക്കും? രാജാവ് യേശുവ. അവിടെ എഴുതിയിട്ടുണ്ട്. അതെന്തിനാണ്? യേശുവ എന്തിനാണ് അതിൻ്റെ രാജാവായിട്ട് വരുന്നത്? അതായത് ആബേലിൻ്റെ രക്തത്തിന് പകരം കൊടുക്കാൻ യേശുവായുടെ രക്തം ക്രൂശ് മരണം വഴി കൊണ്ട് സാധിച്ചല്ലേ. പക്ഷെ ദൈവം മനുഷ്യനായി വന്ന് പിറന്ന യേശുവായും നീതിമാനായിരുന്നല്ലോ. അപ്പം നീതിമാനായ യേശുവായുടെ രക്തത്തിനും നീതി കിട്ടണ്ടേ? അതിനാണ് യേശുവായുടെ 2ാമത്തെ വരവ്. ഇനി ആ ഇറങ്ങി വന്ന നഗരത്തിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. വെളിപാട് വായിച്ചാൽ മതി. അതായത് 12 ഗോപുരങ്ങൾ, അതിൽ 12 ഗോത്രങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നു. അടിസ്ഥാനമോ 12 അപ്പസ്തോലന്മാരുടെ പേരുകൊണ്ട്. ആ നഗരം സമചതുരമായിരിക്കും. വൻ മതിലുണ്ട് അതിന്. സൂര്യകാന്തം പോലെ, അതായത് വജ്രം പോലെ നമുക്ക് കണ്ണ് മഞ്ഞളിക്കുന്ന പോലെ അത് തിളങ്ങുന്നു. പക്ഷേ അതിൽ മന്ദിരം കാണില്ല. അതായത് മന്ദിരം അതിൽ കണ്ടില്ല എന്ന്. എന്നിട്ട് പറയാണ് സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാട് ആണ് അതിൻ്റെ മന്ദിരം എന്താണ് ആകുന്നു എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതായത് യെരുശലേം എന്താ പറയുക, സ്വർഗത്തിൽ നിന്ന് മണവാട്ടിയെ പോലെ ഒരുങ്ങി ഭൂമിയിലേക്ക് വരുമ്പോൾ അതിൽ മന്ദിരം കാണില്ല. അതായത് മന്ദിരം ആരാണ്? കുഞ്ഞാടാണ്, യേശുവായാണ്. നമ്മളിവിടെ 12 എന്നുള്ള ആ അക്കം കണ്ടല്ലേ. 12 എടുത്തു പറയുന്നതാണ്. 12 ഗോപുരങ്ങൾ, 12 കവാടങ്ങൾ, അപ്പസ്തോലന്മാർ 12 അപ്പോൾ അതാണ് അടിസ്ഥാനം എന്നൊക്കെ. ഈ 12 എന്നത് ദൂതന്മാരുടെ നമ്പറാണ്. അതായത് ദൈവത്തിന് സ്വർഗത്തിൽ 12 ദൂതന്മാരായിരുന്നു ഉണ്ടായിരുന്നേ. അതിൽ പ്രധാനിയായിരുന്നു ഈ ലൂസിഫർ, സാത്താൻ. അതൊക്കെ നമ്മൾ മുൻപ് കണ്ടതാണ്. അപ്പം അവൻ പാപം ചെയ്ത് ദൈവത്തിനേക്കാൾ വലുതാകാൻ ആഗ്രഹിച്ചപ്പോൾ അവനെയും അവൻ്റെ പക്ഷത്തുള്ള ആ ദൂതന്മാരെയും ദൈവം താഴെ വെട്ടിയിട്ടല്ലേ. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സ്ഥാനം അവിടെ ഒഴിഞ്ഞു കിടക്കാണ്, പ്രധാന ദൂതൻ്റെ ആ സ്ഥാനം. ആ സ്ഥാനത്തിലേക്ക് ആദത്തിനെ ഇരുത്താനാണ് ദൈവം ഭൂമിയിൽ ആദത്തിനെ ജനിപ്പിച്ച് പ്രാക്ടീസ് കൊടുത്തത്. പക്ഷേ സാത്താൻ എന്ത് ചെയ്തു? തൻ്റെ വക്രബുദ്ധി എടുത്ത് ആ സ്ഥാനം തട്ടിയെടുത്തു അല്ലേ. അങ്ങനെ ഭൂമി മുഴുവൻ ദുഷിച്ചതായി. കാര്യങ്ങളൊക്കെ ഇവിടം വരെ ആയി. മർക്കോസ് 12-ാം അധ്യായം വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ ഉപമ പറയുന്നത് കേൾക്കാം. അതും സ്വർഗരാജ്യവുമായി ബന്ധമുണ്ട്. അതിൻ്റെ അവസാനം
പറയാണ്, സ്വന്തം പുത്രനെ പോലും കൊന്നു, തോട്ടത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞല്ലേ ആ ദുഷ്ടന്മാര്. അപ്പോൾ ദൈവം എന്താ ചെയ്തത്? തോട്ടം ഏൽപ്പിച്ചവരെ കൊന്നു കളഞ്ഞ് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിച്ചു. അതായത് ആ ഏൽപ്പിച്ച വ്യക്തിക്ക് ഒരു പ്രത്യേകത അവിടെ പറയുന്നുണ്ട് താഴെ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ഇത് കർത്താവിനാൽ സംഭവിച്ചു. അതായത് ഈ ഉപമയും സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, മുൻപ് പറഞ്ഞില്ലേ, ആ യെരുശലേമില് ആ നിത്യരാജ്യത്തില് മന്ദിരമില്ല. ആ മന്ദിരം ആരായിരുന്നു? യേശുവായിരുന്നു, കുഞ്ഞാട് ആയിരുന്നു. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഭൂമിയിലെ മനുഷ്യര്, അതായത് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ മൂലക്കല്ല് ആരാണ്? യേശുവ. അപ്പോൾ ആ യേശുവയാണ് മന്ദിരം. ഇപ്പം നിങ്ങൾക്ക് ആ റിലേഷൻ മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇറങ്ങി വരുന്ന യെരുശലേമിൻ്റെ രാജാവ് യേശുവ ആകുന്നത്. അപ്പോൾ ആ ഒഴിഞ്ഞ സ്ഥാനം ആർക്കുള്ളതാണ്? യേശുവാക്കുള്ളതാണ്. സങ്കീർത്തനം 82 അവിടെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. കൺഫ്യൂഷനല്ല, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വചനമാണത്. കൺഫ്യൂഷനല്ല, ഇതിനെ സ്ഥിരീകരിക്കുന്ന ഒരു വചനമാണ്. അതായത് ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവിടുന്ന് ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അപ്പോൾ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, എന്നിട്ട് ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അതെങ്ങനെയാ സാധ്യമാകും? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, യേശുവാ. എലോഹിമുകളെ ന്യായം വിധിക്കാൻ യേശുവ നിൽക്കുന്നു എന്നാണ് സങ്കീർത്തനം 82 പറയുന്നത്. അതും ഇപ്പം ഇതും കൂടെ നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ യേശുവായാണ് ആ നിത്യരാജ്യത്തിലെ രാജാവ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? മുൻപ് ഒഴിഞ്ഞ ആ സ്ഥാനം, ലൂസിഫറിൻ്റെ ആ സ്ഥാനമുണ്ടല്ലോ, ആ പ്രമുഖമായ ആ ദൂതൻ്റെ സ്ഥാനം, അത് ആദത്തിന് കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു, പക്ഷെ പറ്റിയില്ല. അത് ആദത്തിൽ നിന്ന് ലൂസിഫർ വീണ്ടും തട്ടിയെടുത്തല്ലേ. ആ സ്ഥാനം ലൂസിഫർ ഭൂമിയിലെ രാജാവായിട്ട് മാറുകയാണ് ചെയ്തത്. അല്ലാതെ ആ പ്രമുഖ ദേവന്റെ പ്രമുഖ ദൂതന്റെ സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കായിരുന്നു. ആ പ്രധാന ദൂതന്റെ സ്ഥാനമാണ് ആർക്ക് കൊടുക്കുന്നത്? യേശുവാക്കി കൊടുക്കുന്നത്. അതാണ് എല്ലാ അധികാരവും യേശുവാക്കി കിട്ടുന്നു. ദൈവം തന്നെ, അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം തന്നെ യേശുവായി ദേവസഭയിലെ സമ്പൂർണ്ണ അധികാരമേറ്റെടുക്കുന്നു. നിങ്ങൾക്ക് കട്ടിയേറിയ മർമ്മം മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കുന്നവരെ കുറിച്ച് ആബയോട് നന്ദി പറയുന്നു. ഈ മർമ്മമെല്ലാം സിയോനിൽ നിന്ന് ഒഴുകിയതാണ്. മനസ്സിലായോ? അതായത് അതുകൊണ്ടാണ് സ്തഫാനോസ് മരണസമയത്ത് വിളിച്ചു പറഞ്ഞത്, യേശുവ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന്. ഇതുകൊണ്ട് തന്നെയാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 2:36 പത്രോസ്ലീഹ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ച യേശുവായെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം അറിഞ്ഞുകൊള്ളട്ടെ എന്ന്. അപ്പം എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? ആ പ്രധാന ദൂതൻ്റെ ആ ഒരു സ്ഥാനം, അതായത് ഇനി മുതൽ അന്ന് ഈ നിത്യരാജ്യത്തിൽ എല്ലാം ഒരാളായിരിക്കും അതിന് നേതൃത്വം എടുക്കുക. പണ്ട്, അതായത് ആദ്യമൊക്കെ ഈ ദൂതന്മാർക്ക് 12 ദൂതന്മാർക്ക്, ഇപ്പം നമ്മളുടെ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രി, സാമ്പത്തിക മന്ത്രി, അങ്ങനെ നമ്മൾ ഒരു സ്ഥാനം കൊടുക്കൂലേ എന്ന് പറഞ്ഞോണം. പലർക്കും വിഭജിച്ച് വെച്ചിരുന്ന സ്ഥാനം, അതിൽ പ്രമുഖനായിരുന്നു ലൂസിഫർ. ലൂസിഫറിൻ്റെ സ്ഥാനത്തേക്ക് യേശുവ തന്നെ വരുന്നു എന്ന് കാണുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതായത് ആ സ്വർഗത്തിനെ അടക്കി വാഴുന്നത് ദൈവം തന്നെയായിരിക്കും യേശുവായുടെ രൂപത്തിൽ. അപ്പം നിങ്ങൾക്കൊരു ചിന്ത വരാം, 7ാം സ്വർഗത്തിൽ ദൈവം ഇരിക്കുകയാണ്. അപ്പം പുതിയ യെരുശലേം ഭരിക്കാനായിട്ട് എങ്ങനെയാണ് യേശുവ വരുന്നത്? ഈ രണ്ടും ഒന്നാണല്ലേ. അപ്പം അതെങ്ങനെ സംഭവിക്കും? രണ്ടും യേശുവായും ദൈവവും ഒന്ന് തന്നെയാണല്ലോ. അപ്പം അതെങ്ങനെ സംഭവിക്കും? അതാണ് ദൈവത്തിൻ്റെ വല്ലഭത്വം. നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ അത് ഗ്രഹിക്കാൻ വളരെ പാടാണ്. ദൈവത്തിന് 7 ആത്മാക്കളാണ്. വെളിപാട് 4:5 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുൻപിൽ ജ്വലിച്ചു കൊണ്ടിരുന്നു എന്ന്. ഇപ്പോൾ ദൈവത്തിന് 7 ആത്മാക്കളാണ്. ഇനി അത് എന്തൊക്കെയാണ് ആ 7 ആത്മാക്കൾ എന്ന് യേശയ്യ 11:2 പറയുന്നുണ്ട്. 7 ആത്മാക്കൾ, അതായത് ഒന്ന് അധോനയുടെ ആത്മാവ്,
പിന്നെ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, അധോനാഭക്തിയുടെ ആത്മാവ്. 7 ആത്മാവ്. നമുക്കൊക്കെ 2 ആത്മാവുണ്ട്. അതായത് നമ്മുടെ ആത്മാവ്, പിന്നെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന് 7 ആത്മാവുണ്ട്. അപ്പം അതായത് ദൈവത്തിൻ്റെ ഈ വല്ലഭത്തിൽ വന്ന്, അതോടുകൂടി വന്ന് ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ പറ്റില്ല. ആ വല്ലഭത്വം വെടിഞ്ഞിട്ട് വേണം ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അതായത് നിത്യരാജ്യത്തിൽ ദൈവം യേശുവായുടെ രൂപത്തിലാണ് നമ്മോട് സംസാരിക്കുക. നമ്മളും യേശുവായുടെ രൂപത്തിലാണ് ദൈവത്തിനെ കാണുക. ദൈവം തന്നെയാണ് യേശുവ. ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും വെളിപാടിൽ പറയുന്നുണ്ട്, ആ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കും. കുഞ്ഞാടാണ് അതിൻ്റെ വിളക്ക്, അതായത് യേശുവാണ് അതിൻ്റെ വിളക്ക്. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. അതൊരു പോയിന്റാണ്. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. ഇത് പറയുന്നത് ജീവന്റെ വൃക്ഷത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിച്ചവരുടെ കാര്യമാണ് പറയണേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കപ്പെട്ടിട്ടുള്ളവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിനാലാണ് ജാതികളായ നമ്മുടെ രക്ഷ യേശുവായിലൂടെയാണ്, യേശുവായിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെട്ടത് ഇതിനാലാണ്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി പറയുകയാണ്, കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു ജീവജല നദി ഒഴുകുന്നു. നദിയുടെ അക്കരയും ഇക്കരയും ജീവവൃക്ഷങ്ങളുണ്ട്. 12 വിധം ഫലം കായ്ച്ചു മാസം തോറും തരും. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അതായത് പിന്നീട് യാതൊരു ശാപവും ഉണ്ടാവുകയില്ല. അവിടുത്തെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. മനസ്സിലായി? അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മെ നെറ്റിയിൽ അടയാളമിട്ട് നമ്മുടെ കർത്താവ് മാറ്റിവെച്ചത്. ഈ വെളിപാടിൻ്റെ പുസ്തകം മുദ്രയിട്ട് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വെളിപാട് 22:10 പറയുകയാണ്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. ഇപ്പോഴത്തെ കാലത്തെ പറ്റിയിട്ടാണ് പറയണേ. ആ മുദ്രയൊക്കെ മാറ്റി. ഇനി നിങ്ങളത് മുദ്ര ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവസാനമായി. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം നൽകാൻ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഒന്നാമവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. മനസ്സിലായോ? അതായത് ഇത് വിളിച്ചു പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരോട് ഒന്നും പറയണ്ട. അവരെന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരും ചെയ്തു പോകട്ടെ. അപ്പോൾ ഇനി വിശുദ്ധവരെന്താ ചെയ്യേണ്ടത്? അവർ ഓരോരുത്തരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടും ഇരിക്കട്ടെ. എന്നിട്ട് ഒരു ഉപദേശം അവിടെ കൊടുക്കുന്നുണ്ട്. ജീവന്റെ വൃക്ഷത്തിൽ നിങ്ങൾക്ക് അധികാരം വേണോ? നിങ്ങൾക്ക് അധികാരം വേണോ ജീവന്റെ വൃക്ഷത്തിൽ? അപ്പോൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കണമോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങളുടെ വസ്ത്രം അലക്കുവിൻ. വീണ്ടും എടുത്തു പറയണതാണ് അവിടെ. എന്ത്? നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകരും ബിംബ ആരാധികളും ബോഷ്കിൽ വിശ്വസിക്കുന്നവരും ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും, ബോഷ്ക്ക് പ്രിയപ്പെട്ടതായിട്ട് പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ എവിടെയായിരിക്കും? പുറത്ത് നരകത്തിൽ. അവ വീണ്ടും അവിടെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 10 കൽപ്പന തന്നെ, ഈ 10 കൽപ്പന പാലിക്കുന്ന അവർ തന്നെ വീണ്ടും നരകത്തിൽ പോകുമെന്ന് അവിടെ വീണ്ടും എടുത്തു പറയാണ്. അപ്പം ഇതൊക്കെയാണ് സ്വർഗത്തെക്കുറിച്ച് വെളിപാടിൽ പറയുന്നത്. അതിനാൽ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേഗത്തിൽ ഓടുക. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു അഭ്യാസിക്കും കിരീടം ലഭിക്കില്ല. നമ്മൾ ഓടിയേ പറ്റൂ. അല്ലാതെ നമ്മളെ ഈ കർത്താവ് വരുന്നതിന് മുൻപ് കുറേ പാസ്റ്റർമാർ പറയില്ലേ, നമ്മൾ ഉടലോടെ കൂടെ ഉൽപ്രാവണം നമ്മൾ റാപ്ചർ നടക്കുമെന്ന്. അതൊന്നുമില്ല. നമ്മളൊക്കെ ഇതെല്ലാം സഹിച്ചിട്ടാണ് നമ്മളൊക്കെ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് സൂത്രത്തിൽ സ്വസ്ത്രം പറഞ്ഞ് സ്വർഗത്തിൽ പോകാമെന്ന് പഠിപ്പിക്കുന്ന പാസ്റ്റർമാരുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇപ്പോഴുള്ള ഈ സഹനങ്ങളൊക്കെ മറന്നു പൊക്കോ.
അതായത് അധികം സഹിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ അപ്പൻ വരാറായി. കഷ്ടകാലത്തിലും നമ്മൾ തോതാബ എന്ന് പറയാനുള്ള പ്രാക്ടീസാണ് നമ്മളിപ്പം നേടേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിക്കണം, ശക്തി കൊടുക്കണം, പരീക്ഷകൾ വരുമ്പോൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ഈ ലോകത്തുള്ളവരുടെ സർട്ടിഫിക്കറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ, ഈ ലോകം നമ്മുടെയല്ല. നമ്മുടെ ദൈവത്തിനെ പോലും ഈ ലോകം അംഗീകരിച്ചിട്ടില്ല, പിന്നെയാണ് നമ്മെ അംഗീകരിക്കണേ. അപ്പം ഈ ലോകം നമ്മുടെയല്ല. യേശുവ പറഞ്ഞതും അങ്ങനെ തന്നെ, ഈ ലോകം എൻ്റെ അല്ല. ഈ ലോകം സാത്താൻ്റെയാണ്, അവനാണ് ഈ ലോകത്തിൻ്റെ രാജാവ്. അപ്പം ഇത് പെട്ടെന്ന് കടന്നു പോകും. നമ്മുടെ ഡ്രീം എന്താണ്? നിത്യരാജ്യമാണ്. ലോകത്തിലെ എല്ലാ ബുദ്ധിമാന്മാരും പിന്തള്ളപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് നമ്മെ ദൈവം വിളിക്കുമ്പോൾ മനുഷ്യർ തള്ളിക്കളഞ്ഞ എല്ലാ കല്ലുകളും മൂലക്കല്ലായിട്ട് വരും. അന്ന് വെളിച്ചത്തിൻ്റെ മക്കൾ ഇരുട്ടിൻ്റെ മക്കളെക്കാൾ ബുദ്ധിയുള്ളവരായിട്ട് വരും. ഇന്ന് ഇരുട്ടിൻ്റെ മക്കൾക്കാണ് ബുദ്ധി കൂടുതൽ, വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ വക്രബുദ്ധി. പക്ഷെ അന്ന് വക്രബുദ്ധിയല്ല, നല്ല ബുദ്ധി നമുക്കായിരിക്കും അവരെക്കാളും കൂടുതൽ. നമ്മളായിരിക്കും അവരെ തോൽപ്പിക്കുക. പക്ഷേ അതിനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കാതോർക്കണം. എല്ലാത്തിനും ശേഷം വെളിപാടിൽ അവസാനം പറയുന്നത് എന്താണ്? ഞാൻ ഈ പറയുന്ന വചനങ്ങളിൽ നിന്ന് ഒന്ന് കൂട്ടിയാലോ ഒന്ന് കുറച്ചാലോ നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമെന്നാണ് പറയുന്നത്. നിത്യരാജ്യത്തിലേക്ക് കടക്കില്ല എന്ന്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനിയുടെ കാര്യം കട്ട പുകയല്ലേ? ഈ 10 കൽപ്പന പാലിക്കുന്നവർക്കേ സ്വർഗം കിട്ടുള്ളൂ എന്ന് വ്യക്തമായിട്ട് ഈ വെളിപാടിൽ പറഞ്ഞിട്ടും ബിംബ ആരാധികളും പ്രതിമകളെ ആരാധിക്കുന്നവരും ശബത്ത് ആചരിക്കാത്തവരുമായ ഈ ക്രിസ്ത്യാനികൾക്ക് പിന്നെ എങ്ങനെയാണ് സ്വർഗം കിട്ടുക? പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ് അവർ ചെയ്തത് അല്ലേ? അപ്പോൾ അതും അങ്ങനെ പഠിപ്പിക്കുന്നവരും നരകത്തിയിൽ തന്നെയല്ലേ പോവുള്ളൂ. ഞാൻ നിർത്താണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് നമ്മുടെ മരണശേഷം എന്ത് സംഭവിക്കുന്നു ആത്മാവിനുള്ളത്. ഇനിയും പറയാനുണ്ട് നമ്മുടെ ഉൽപ്രാവണത്തെക്കുറിച്ചും റാപ്ചറിനെ കുറിച്ചുമൊക്കെ. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും അത് അടുത്തടുത്ത വീഡിയോകളിലായിട്ട് കേൾക്കാം. അപ്പോൾ എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വാക്ക് ഓതു, സ്വസ്ത്രം എന്നാണ്. ഹീബ്രുവിൽ ഓതു സ്വസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും തോദാ റബ്ബ, തോദാ ഹബ്ജി.